സാന്നിധ്യത്തെക്കുറിച്ച് അൻവർ സ്വരാജിനെ കണ്ടില്ല എന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. വീഡിയോ സഹിതം വരുന്നു. പോത്തുകല്ലിലും മറ്റും ആ വലിയ ദുരന്തത്തിൽ ഒരു കുടക്കീഴിൽ എന്ന മട്ടിൽ അന്ന് ഇവരൊക്കെ ജനപ്രതിനിധികൾ സ്വരാജും അൻവറും ഒക്കെ പോകുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയായി. ഇതാ നിങ്ങൾക്ക് പൊതുവെ UDF-കാർ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് M. സ്വരാജ് നാട്ടിലില്ലാത്ത ആളാണ്, ദുരന്തം വന്നപ്പോൾ ഇവിടെ സന്ദർശിക്കാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദുരന്തങ്ങൾ വരുമ്പോൾ ആ ദുരന്തഭൂമിയിൽ പോയി നിന്ന് PR ഏജൻസിയെ വെച്ച് ഫോട്ടോഷൂട്ട് നടത്തി പ്രദർശിപ്പിക്കുന്ന അല്പന്മാരിയെ യൂത്ത് കോൺഗ്രസ്സുകാരും ഈ UDF-കാരും കണ്ടിട്ടുള്ളൂ. അവർ സ്വരാജിനെ പോലെയുള്ള ആളുകളെ കാണണമെങ്കിൽ ആര്യാടന്മാരുടെ തിണ്ണയിൽ നിന്ന് തെരുവിലേക്ക് ഇറങ്ങണം. തെരുവിൽ സ്വരാജും സ്വരാജിൻ്റെ പാർട്ടിയും ഏത് ദുരന്തത്തെ നേരിടാനും അതിനുള്ള സംരക്ഷണം ഒരുക്കാനും എന്നും ഈ നിലമ്പൂരിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് സ്വരാജുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ അധിക്ഷേപത്തിന് പറയാനുള്ളൊരു മറുപടി. മറ്റൊന്ന്, ഈ UDF-ൻ്റെ പ്രതിനിധി ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചു കേരളത്തിലെ കേസുകൾ വർദ്ധിപ്പിച്ച് ആഭ്യന്തരത്തിൻ്റെ പരാജയത്തെക്കുറിച്ചും കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. ഇവിടെ UDF പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ് തുവൂര്. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് സ്വന്തം സഹപ്രവർത്തകരെ കൊന്ന് വീടിനുള്ളിൽ കുഴിച്ചിട്ട ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അവർക്കെതിരെ ഈ കേരള പോലീസ് കേസെടുക്കണ്ടേ? കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF-ൻ്റെ പ്രവർത്തകർ കഞ്ചാവ് വിൽക്കുന്നുണ്ട്, അവർക്കെതിരെ കേസെടുക്കണ്ടേ? UDF-ൻ്റെ പ്രവർത്തകർ MDMA വിൽക്കുന്നുണ്ട്, അവർക്കെതിരെ കേസെടുക്കണ്ടേ? ഇത്തരത്തിലുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പകുതി മുക്കാലും അവസാനിപ്പിച്ചാൽ ഈ ആഭ്യന്തര വകുപ്പിന് കേസെടുക്കൽ ഒരു 75% കുറഞ്ഞു കിട്ടുമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ.